ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, വാരണാസിയിൽ ആര്? പ്രിയങ്ക തന്നെയാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവസാനഘട്ട സമയത്ത് സോണിയാഗാന്ധിയുടെ നിർണായക ഇടപെടലും കോൺഗ്രസിന്റെ തീരുമാനവുമൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് വാരണാസിയോട് നോ പറയാനുള്ള കാരണമായി മാറി. ഒടുവിൽ ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം നൽകി. പഴയ സ്ഥാനാർത്ഥി അജയ് റായ്. അങ്ങനെ വാരണാസിയിൽ മോദി തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ BJPക്ക് നൽകിക്കൊണ്ട് വാരണാസി ഒന്നുമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ സമയത്തായിരുന്നു സമാജ്വാദ് പാർട്ടിയുടെ നിർണായക നീക്കം നടക്കുന്നത്. SP-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് മുൻ BSFന്റെ ജവാൻ തേജ് ബഹദൂർ യാദവിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ സമാജ്വാദ് പാർട്ടി രംഗപ്രവേശനം ചെയ്യുന്നു. അഖിലേഷ് യാദവിന്റെ പ്രഖ്യാപനം വരുന്നു. ഞങ്ങളുടെ വാരണാസിയിലെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് തേജ് ബഹദൂറിനാണ്. തേജ് ബഹദൂറിന് എല്ലാവിധ പിന്തുണയും സമാജ്വാദ് പാർട്ടി നൽകുമെന്ന പ്രഖ്യാപനം കടന്നു വരുന്നു. ഈ പ്രഖ്യാപനം നിസ്സാരമായി കാണാൻ ഒരിക്കലും നരേന്ദ്രമോദിക്കോ കൂട്ടർക്കോ സാധിക്കുകയില്ല. ആരാണ് തേജ് ബഹദൂർ യാദവ്? 2017 ദൃശ്യം വ്യക്തമാക്കി പറയും തേജ് ബഹദൂർ ആരായിരുന്നു എന്ന്. മോദി സർക്കാരിന്റെ വീമ്പെളുക്കലിന് കൃത്യമായിട്ടുള്ള മറുപടി തെളിവ് സഹിതം നൽകിയ മുൻ BSF ജവാനാണ് തേജ് ബഹദൂർ യാദവ്. സൈനികർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ പോലും അഴിമതിയുണ്ട് എന്ന ആരോപണമായിരുന്നു തേജ് ബഹദൂർ യാദവ് 2017 പുറത്തുവിട്ട ദൃശ്യത്തിൽ വ്യക്തമാക്കിയത്. ചീഞ്ഞു നാറിയ ചപ്പാത്തികളും ഉണങ്ങിയ കറികളുമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞ കരുത്തനായ ഒരു സൈനികനായിരുന്നു തേജ് ബഹദൂർ യാദവ്. ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം ചെയ്തത് ഇരട്ട നീതിയായിരുന്നു, ഇരട്ട താപ്പായിരുന്നു. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തേജ് ബഹദൂർ യാദവിനെ അവിടെ നിന്നും പിരിച്ചുവിടുകയാണ് കേന്ദ്രവും സൈന്യവും ചെയ്ത നടപടി. ഈ നടപടിയിൽ വലിയ പ്രതിഷേധമായിരുന്നു തേജ് ബഹദൂർ യാദവിന് ഉണ്ടായത്. മോദി ഇന്ന് സൈന്യത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുമ്പോൾ എന്തായിരുന്നു സൈനികന്റെ അവസ്ഥ എന്നത് തേജ് ബഹദൂറിലൂടെ പച്ചയായി വ്യക്തമാക്കപ്പെടുമ്പോൾ ആ യാഥാർത്ഥ്യം കള്ളമാണെന്ന് പറഞ്ഞ് തേജ് ബഹദൂറിനെ സൈന്യത്തിൽ നിന്നും നീക്കം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെയും സൈനിക മേധാവികളുടെയും ഒത്താശ കൊണ്ടാണെന്ന വാദമാണ് തേജ് ബഹദൂർ യാദവിനുള്ളത്. അതുകൊണ്ട് മോദിക്ക് ശക്തമായിട്ടുള്ള മറുപടി താൻ തന്നെ നൽകുമെന്ന് പ്രഖ്യാപിച്ച് വാരണാസിയിൽ സ്ഥാനാർത്ഥിയാകാൻ തേജ് ബഹദൂർ യാദവ് വരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തേജ് ബഹദൂർ യാദവ് വാരണാസിയിൽ ജനങ്ങളോട് വോട്ട് ചോദിച്ച് രംഗപ്രവേശനം ചെയ്യുന്നു. ഒടുവിലാണ് സമാജ്വാദ് പാർട്ടിയുടെ ആ മഹാ തീരുമാനം വരുന്നത്. സമാജ്വാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സമാജ്വാദ് പാർട്ടിയുടെ പരിപൂർണ പിന്തുണ തേജ് ബഹദൂർ യാദവിന് നൽകുമ്പോൾ മോദിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ബലാക്കോട്ട് ആക്രമണവും പുൽവാമ ഭീകരാക്രമണവും മുന്നിൽ നിർത്തി സൈനികരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് രായ്ക്ക് രാമാനം വിളിച്ചു പറയുന്ന നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തേജ് ബഹദൂർ യാദവിന്റെ സ്ഥാനാർത്ഥിത്വം. പൊതുജനങ്ങളോട് വിളിച്ചു പറയാം, സൈനികരെ സംരക്ഷിച്ചു, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന വാദം പോലും ഉയർത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇതിലും വലിയ തിരിച്ചടി ഇനി എന്താണുള്ളത്? നിർണായക സമയത്ത് കോൺഗ്രസ് പോലും കൈക്കൊള്ളാത്ത ഒരു തീരുമാനം കൈക്കൊണ്ടത് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദ് പാർട്ടിയാണ്. ഈ തീരുമാനത്തിൽ വലിയ പേടിയാണ് നിലവിൽ അവിടെ BJPക്കുള്ളത്. തോൽക്കുമെന്ന ഭയമല്ല, മറിച്ച് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്ന ഒരു വലിയ വിശ്വാസം തന്നെ BJPക്കാർക്കിടയിൽ വാരണാസിയിൽ കടന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.